പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2024 സെപ്റ്റംബർ മാസം 15-ാം തീയതി വരെ എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. സാമ്പത്തികമായി ഉയർച്ചയും കടബാധ്യതയും എങ്ങനെയാണ് വരുന്നത്? പ്രിയരെ, ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കുന്നത് ഒരു വ്യക്തി എങ്ങനെയാണ് സാമ്പത്തിക ഉയർച്ച പ്രാപിക്കുന്നതും കടബാധ്യതയിലേക്ക് കടന്നു വരികയും ചെയ്യുന്നതുള്ളതാണ്. ആ നിലയിൽ ചിന്തിക്കുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായമാണ് ഇതിൻ്റെ ആഴം വെളിപ്പെടുത്തുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 32 വാക്യങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്. അതിനകത്ത് ആദ്യത്തെ 10 വാക്യങ്ങൾ 2 ഉപമകളാണ് കാണുന്നത്. ഒന്ന്, നഷ്ടപ്പെട്ടു പോയ ആടിൻ്റെ ഉപമയും 2 ധർമ്മ നഷ്ടപ്പെട്ടു പോകുന്നതും കാണാൻ കഴിയും. എന്നാൽ 11 മുതൽ 32 വരെ വാക്യങ്ങൾ ഒരു പിതാവിനെയും 2 മക്കളെയും കുറിച്ചാണ് കാണുന്നത്. ഇതിനകത്ത് ഒരു വ്യക്തി സാമ്പത്തികമായി ഉയരുന്നതും ഒരു വ്യക്തി തകരുന്നതും നമുക്ക് കാണാൻ കഴിയും. എന്നെ കേൾക്കുന്നവരെ, ഈ പ്രഭാതത്തിൽ എല്ലാവരുടെയും ആഗ്രഹമാണ് ഒരു വലിയ സാമ്പത്തിക അനുഗ്രഹം അല്ലെങ്കിൽ സാമ്പത്തിക ഉയർച്ച. ആ നിലയിൽ ചിന്തിക്കുമ്പോൾ പ്രാരംഭത്തിൽ സാമ്പത്തിക അനുഗ്രഹത്തെക്കുറിച്ച് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് അനുഗ്രഹമാണല്ലോ. ആ അനുഗ്രഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വേഗത്തിൽ ഒരു 3 ചിന്തകൾ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കാൻ ആഗ്രഹിക്കുന്നു. പ്രാരംഭമായിട്ട് ഒരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. അവരിൽ ഇളയവൻ അപ്പനോട്, അപ്പ, വസ്തുവിൽ എനിക്ക് വരേണ്ട പങ്ക് തരണമേ എന്ന് പറഞ്ഞു. അവൻ അവർക്ക് മുതൽ പകുത്തു കൊടുത്തു. പ്രിയരെ, ഒന്നാമത്തെ ചിന്ത ഇതാ, ഇളയ മകൻ പിതാവിനോട് തൻ്റെ അവകാശത്തെ ചോദിക്കുകയാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലുമൊക്കെ സാമ്പത്തികമായി തകർന്നു നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ പിതാവ് സർവ്വസമ്പന്നനാണെന്നുള്ളത് തിരിച്ചറിയണം. യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് യോഹന്നാന്റെ സുവിശേഷം 1:12 അവൻ്റെ നാമത്തെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അധികാരം തന്നു എന്നുള്ള പദവി തിരിച്ചറിഞ്ഞുകൊണ്ട് മക്കളുടെ അവകാശത്തിൽ സ്വർഗീയ പിതാവിനോട് നിന്റെ അവകാശത്തെ ചോദിക്കാമെങ്കിൽ നിന്നെ വിളിച്ച ദൈവം ഈ ഭൂമിയിൽ ഒരിക്കലും കടക്കാരനായി ഒരു ഭിക്ഷക്കാരനായി കാണാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നിന്നെ വിളിച്ച ദൈവം ഇന്നും ജീവിക്കുകയാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ നമ്മുടെ ദൈവം ആരാണെന്ന് തിരിച്ചറിയണം. ആവർത്തന പുസ്തകം 10-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം പറയുന്നു, ഇതാ സ്വർഗവും സ്വർഗാതി സ്വർഗവും ഭൂമിയും അതിലുള്ളതൊക്കെയും നിന്റെ ദൈവമായ യഹോവയ്ക്കുള്ളതാകുന്നു. വചനം വ്യക്തമായി കേൾക്കുക. ഇതാ സ്വർഗവും സ്വർഗാതി സ്വർഗവും ഭൂമിയും ഭൂമിയിലുള്ളതൊക്കെയും നിന്റെ ദൈവമായ യഹോവയ്ക്കുള്ളതാണ്. ഈ ഭൂമിയിൽ എന്തെല്ലാം ഉണ്ടോ അതിൻ്റെ പിതാവിൻ്റെതാണെന്ന് തിരിച്ചറിയാമെങ്കിൽ ഇന്ന് ദാരിദ്ര്യത്തിലും കടക്കണിയിലും നിൽക്കുന്ന ആരൊക്കെയോ
നിങ്ങളുടെ അവകാശത്തെ ഇതുവരെയും ചോദിക്കാതെ പിതാവിനോട് പൂർണ്ണ ഹൃദയത്തോടെ ചോദിക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് നിന്റെ ജീവിതത്തിനകത്ത് വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും. നീ അനുഗ്രഹിക്കപ്പെടുന്നത് കാണാൻ തുടങ്ങും. കാരണം ഒന്നുമില്ലായ്മയെന്ന് വിളിച്ചിറക്കി അബ്രഹാമിനെ ഒരു വലിയ ജാതിയും രാജ്യവുമാക്കി തീർക്കാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ അബ്രഹാമിൻ്റെ അനുഗ്രഹം കണ്ട് രാജ്യങ്ങൾ ഭയന്നു പോയെന്നാണ് കാണുന്നത്. ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു, ആ ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ തയ്യാറാണ്. അല്ലെങ്കിൽ അപ്പനും അമ്മയും ഇല്ലാതെ എടുത്തു വളർത്തിയ ഒരു സ്ത്രീയെ രാജ്ഞിയാക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെങ്കിൽ ദൈവത്തിൻ്റെ ഫേവർ നിന്നെ ഉയർത്തിയിരിക്കും. നിന്റെ അവകാശത്തെ നിനക്ക് ചോദിക്കാൻ പറ്റുമെങ്കിൽ ഇതാ നീ അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ്. ഹല്ലേലൂയ. അപ്പനും അമ്മയും ഉപേക്ഷിച്ച് കാട്ടിൽ കിടക്കുന്ന ദാവീദിനെ രാജാവാക്കാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ നിന്റെ ഉയർച്ച നിശ്ചയമാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പിതാവിനോട് അവകാശം ചോദിക്കാൻ തയ്യാറാകണം. രണ്ടാമത്തെ ചിന്ത അവിടെ കാണുന്നത്, അവൻ സകലതും സ്വരൂപിച്ചുകൊണ്ട് പിതാവിൽ നിന്ന് അകന്ന് ദൂരദേശത്തേക്ക് പോകുന്നത് കാണാൻ കഴിയും. രണ്ടാമത്തെ അനുഗ്രഹത്തിന്റെ ചിന്ത, പിതാവിനോട് ചേർന്ന് ജീവിക്കാൻ പറ്റുമെങ്കിൽ നീ ഉയർച്ച പ്രാപിച്ചിരിക്കും നിശ്ചയം. ഹല്ലേലൂയ. 91 സങ്കീർത്തനം 14 വാക്യം പറയുന്നു, അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമം അറിയിയാൽ ഞാൻ അവനെ ഉയർത്തും. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിന്റെ ഉയർച്ച നിശ്ചയമാണ്. കാരണം നീ ദൈവത്തോട് പറ്റി നിൽക്കുന്നവനാണ്, നീ ദൈവത്തോട് ചേർന്ന് നടക്കുന്നവനാണ്. ഉയർച്ച നിശ്ചയമാണെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ പകൽ വിശ്വാസത്തിൽ ആമേൻ പറയണം. ഹല്ലേലൂയ. മൂന്നാമത്തെ ചിന്ത ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 17-ാമത്തെ വാക്യമാണ്. അപ്പോൾ സുബോധം വന്നിട്ട് അവൻ, എൻ്റെ അപ്പൻ്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ചു ശേഷിപ്പിക്കുന്നു, ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു. പ്രിയരെ, ഈ വചനം വലിയ ആഴമാണ്. ഈ അറിവ് നമ്മുടെ മേലിൽ വെളിപ്പെട്ടാൽ ഇന്ന് പിതാവിൽ നിന്നുള്ള നന്മകൾ നമുക്ക് അനുഭവിക്കാൻ കഴിയും. പുതിയ നിയമം എന്ന് പറയുന്നത് അപ്പ പിതാവി എന്ന് വിളിക്കേണ്ട സ്വപുത്രന്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയത്തിൽ തന്നുകൊണ്ട് നിങ്ങൾ മക്കളെങ്കിൽ അവകാശികളാണെന്ന് തെളിയിക്കുന്ന തലമാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇതാ സുബോധം വരിക എന്ന് പറഞ്ഞാൽ മാനസാന്തരപ്പെടുകയാണ്. ജീവിതത്തിനകത്ത് എത്ര വലിയ വീഴ്ച സംഭവിച്ചാലും, ജീവിതത്തിനകത്ത് അല്ലെങ്കിൽ എത്രമാത്രം തകർന്നിട്ടുണ്ടെങ്കിലും ഇന്ന് പകൽ എൻ്റെ പിതാവ് ജീവിക്കുന്നുണ്ട്, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ എനിക്ക് വേണ്ടിയുള്ള കരുതലുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ ഒരാൾ മാനസാന്തരപ്പെടുന്നതാണ് സുബോധം എന്ന് എഴുതിയിരിക്കുന്നത്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ആയിരിക്കുന്ന സ്ഥലത്ത് നിറകണ്ണുകളോട് പിതാവിനോടൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ എത്ര തകർച്ചയിലും ഒരു പുതിയ വഴി എൻ്റെ കർത്താവിന് ചെയ്യാൻ പറ്റും. ഏഷ്യാവ് 43-ാം അധ്യായത്തിൽ പറയുന്നു, മുമ്പുള്ളവ ഓർക്കണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട, ഇതാ ഞാൻ പുതിയതായി ഒന്ന് ചെയ്യുന്നു. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് പുതിയത് ചെയ്യാൻ ദൈവത്തിന് കഴിയും. അപ്പോൾ 3 ചിന്തകൾ ഒരാൾ അനുഗ്രഹിക്കപ്പെടുവാനായിട്ട്: 1, പിതാവിനോട് അവകാശം ചോദിക്കുക; 2, പിതാവിനോട് പറ്റിച്ചേർന്ന് ജീവിക്കുക; 3, പൂർണ്ണ മാനസാന്തരം വലിയ അത്ഭുതങ്ങളെ കൊണ്ടുവരും. എന്നാൽ എന്നെ കേൾക്കുന്നവരെ, ഒരാൾ ദരിദ്രനായി തീരാനുള്ള റീസൺ തിരിച്ചറിയണം. പ്രിയരെ, ഒരാൾ കടബാധ്യതയിലേക്ക് എങ്ങനെ പോകുന്നു എന്നുള്ളത് ഞാൻ നിങ്ങളും വേഗത്തിലും ചിന്തിക്കാൻ പോവുകയാണ്. നിങ്ങൾ ആരും കടക്കാരനാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. ആരും ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. എന്നാൽ തകർച്ചയിൽ നിൽക്കുന്നവർ നിശ്ചയമായി ഇത് കേൾക്കണം. ഹല്ലേലൂയ. നമ്മൾ പലരും ഇതൊന്നും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കാരണം നമ്മുടെ ജീവിതത്തിനകത്ത് തകർച്ച വരാതിരിക്കുവാൻ നമ്മളൊരു മുൻകരുതൽ എടുക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ശ്രദ്ധിക്കുന്നതിനോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഒരാൾ തകരാനുള്ള റീസണിൽ 1 ഇവിടെ എഴുതിയിരിക്കുന്നത് അവൻ പിതാവിൽ നിന്ന് അകന്നുപോയി എന്നുള്ളതാണ്. തനിക്ക് കിട്ടിയ സ്വത്തുക്കളെല്ലാമായിട്ട് അവൻ ദൂരദേശത്തേക്ക് യാത്രയായി. ഹല്ലേലൂയ. 1, അവൻ അകന്നുപോയി എന്നുള്ളതാണ്. 2, കിട്ടിയ സമ്പത്തെല്ലാം നിയന്ത്രണമില്ലാതെ ഒരാൾ വെള്ളത്തിനകത്ത് കൈ കോരുന്നത് പോലെ, ഹല്ലേലൂയ, വെള്ളത്തിനകത്ത് നിന്നപ്പോൾ കൈ മുങ്ങി നിൽക്കുകയാണ്. കൈ വലിച്ചെടുക്കുമ്പോൾ ഒന്നുമില്ലാത്തതുപോലെ അവൻ ദൂരദേശത്ത് നിന്ന് അവൻ്റെ സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ടു പോവുകയാണ്. 1ാമത്തെ റീസൺ പിതാവിൽ നിന്ന് അകലുക എന്നുള്ളതാണ്. 2ാമത്തത് തെറ്റായ കൂട്ടുകെട്ടുകൾ. ഹല്ലേലൂയ. അവിടെ ദുർനടപ്പുകാരനായി ജീവിച്ചു എന്നാണ് അവിടെ 14ാമത്തെ വാക്യം കാണുന്നത്. 14ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ, ദുർനടപ്പെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് എല്ലാം ഉണ്ട്, സമ്പത്തെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ നിൽക്കാൻ 10 പേര് കാണും എല്ലാത്തിനകത്തും. പക്ഷെ നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലാതായാൽ നിങ്ങളുടെ കൂടെ നിൽക്കാൻ ആരും കാണത്തില്ല. ആ സമയത്ത് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാൻ, നിങ്ങളുടെ കൂട്ടുകെട്ടുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ കൂട്ടുകെട്ടുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ ആത്മാവിൽ ഈ പദം വിളിച്ചു പറയുമ്പോൾ നിങ്ങളുടെ തെറ്റുകളെ വിളിച്ചു കാണിച്ച് നിങ്ങളുടെ ആപത്തുകളിൽ നിങ്ങളുടെ കൂടെ നിൽക്കുന്നവനാണ് റിയൽ സ്നേഹിതൻ. എന്നാൽ ഇവിടെ ഇളയപുത്രൻ അവൻ്റെ ദുർനടപ്പ് നിമിത്തം എല്ലാം നഷ്ടപ്പെട്ടു പോയതായി കാണുന്നു. 3ാമത്തെ ചിന്ത തെറ്റായ ബന്ധങ്ങളാണ്. ഇവിടെ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 30-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. വേശ്യമാരോട് കൂടെ നിന്റെ മുതൽ തിന്നുകളഞ്ഞ ഈ നിന്റെ മകൻ. ഈ പ്രാരംഭ ഭാഗം മാത്രം ഒന്ന് വായിച്ചുകൊണ്ട് എൻ്റെ ചിന്തയിലേക്ക് വരികയാണ്. ഇതാ മൂത്ത മകൻ അന്ന് അപ്പനോട് പറയാണ്, വേശ്യമാരോട് കൂടെ നിന്റെ മുതൽ തിന്നുകളഞ്ഞ ഈ ഇളയ മകൻ. എന്നെ ശ്രദ്ധിക്കുന്നവരെ, 3ാമത്തത് തെറ്റായ ബന്ധങ്ങളാണ്. ജീവിതത്തിനകത്ത് തെറ്റായ ബന്ധങ്ങൾ സംഭവിക്കുമ്പോൾ
കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ, എൻ്റെ ഭാര്യ, എൻ്റെ മക്കള് അറിയാതെ എനിക്ക് ഒത്തിരി ബന്ധങ്ങൾ തെറ്റായതുണ്ടായിരുന്നു. അവരാണ് എന്നെ കടബാധ്യതയിൽ എത്തിച്ചത്. എൻ്റെ സ്വത്തുക്കൾ മുഴുവൻ വിറ്റുപോകാനുള്ള റീസൺ തെറ്റായ ബന്ധങ്ങളാണ്. ഈ നിലയിൽ ഈ പകൽ എന്നെ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ മനസ്സാന്തരപ്പെടുവാനായിട്ട് ജീവിതം ക്രമീകരിക്കുവാൻ കഴിയും. മൂന്നാമത്, ഒരാൾ കടബാധ്യതയിലേക്ക് വരാൻ കാരണം തെറ്റായ ബന്ധങ്ങളാണ്. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ജീവിതത്തെ മടക്കിക്കൊണ്ടുവരാൻ തയ്യാറാകാം. നാലാമത്തെ ചിന്ത, മാർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം ശ്രദ്ധിക്കാമെങ്കിൽ 12 വർഷമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീയെക്കുറിച്ച് കാണാൻ കഴിയും. അവൾ പല വൈദ്യന്മാരാൽ ഏറിയൊന്ന് സഹിച്ച് തനിക്കുള്ളതെല്ലാം ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ 12 വർഷമായ ഒരു രക്തസ്രാവമുള്ളവളെ കാണാൻ കഴിയും. അവൾ പല വൈദ്യന്മാരാൽ ഏറിയൊന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാത്ത ഒരു സ്ത്രീ അവിടെ കാണാൻ കഴിയും. എന്നെ കേൾക്കുന്നവരെ, ചില രോഗങ്ങളും ചില ബാധകളും ചിലവരെ തകർച്ചയിലേക്ക് കൊണ്ടുപോകുന്നതായി കാണാൻ കഴിയും. എന്നാൽ യേശുവിൻ്റെ അടുക്കൽ വന്ന് യേശുവിനെ സ്പർശിച്ചപ്പോഴാണ് അവളുടെ ജീവിതത്തിൽ സ്വാതന്ത്ര്യവും രോഗസൗഖ്യവും വെളിപ്പെട്ടത്. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ യേശുവിനോട് ചേർന്നുള്ള ജീവിതം നിങ്ങളുടെ തകർച്ചകളെ മാറ്റും. ഒരാളെ ദാരിദ്ര്യത്തിലേക്ക് കൊണ്ടുവരുന്ന 4 കാര്യങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങൾ ശ്രദ്ധിച്ചു. എങ്കിൽ ഈ പ്രഭാതത്തിൽ തീരുമാനമെടുത്തുകൊണ്ട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, പിതാവിനോട് ചേർന്ന് ജീവിക്കാൻ തീരുമാനമെടുക്കണം. എൻ്റെ അപ്പൻ്റെ സാന്നിധ്യത്തിൽ ജീവിക്കുവാനായിട്ട് തീരുമാനമെടുക്കണം. നീ ഭയപ്പെട്ടു പോയ എല്ലാ മേഖലയിലും മോശയോട് ദൈവം പറഞ്ഞതുപോലെ എൻ്റെ സാന്നിധ്യം നിന്റെ കൂടെ പോരും, എൻ്റെ സാന്നിധ്യം നിനക്ക് സ്വസ്ഥത കൊണ്ടുവരും. ഉയരണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ പ്രഭാതത്തിൽ ഒന്നുകൂടെ പ്രാർത്ഥിക്കാൻ എൻ്റെ കൂടെ തയ്യാറാകണം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, എന്നെ കാണുന്ന ഓരോ ദൈവമക്കളും ഇന്ന് പിതാവിനോട് ചേർന്നുകൊണ്ട് അവനോട് പറ്റിയിരുന്നു കൊണ്ട് അവൻ്റെ വലിയ സാന്നിധ്യവും സ്നേഹവും അനുഭവിച്ചുകൊണ്ട് ഇവരുടെ ജീവിതങ്ങൾ ഉയർച്ചയിലേക്ക് വരട്ടെ. കർത്താവേ, ഞാൻ ഇവരെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. പ്രിയരെ, ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ എല്ലാ ദിവസവും വൈകിട്ട് 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധന നടക്കുന്നു. നിങ്ങളും കടന്നു വരണമെന്ന് ഓർപ്പിക്കുകയാണ്. കർത്താവ് നിങ്ങളെ നിശ്ചയമായും അനുഗ്രഹിക്കും. കർത്താവിൻ്റെ വലിയ മഹത്വം നിങ്ങൾ കാണും. അല്ലെങ്കിൽ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി വിളിക്കാൻ പറ്റുന്നവർ വാട്സാപ്പിലും ഡയറക്റ്റുമായി നിങ്ങൾ വിളിച്ചാട്ടെ. കർത്താവിൻ്റെ വലിയ കരം നിങ്ങളെ കാക്കുമാറാകട്ടെ. അടുത്ത ദിവസം കാണും വരെയും കർത്താവ് നിങ്ങളെ കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.